ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലാസ് 12 പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുവാണ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ്. ഓക്കെ, ഇൻ്റഗ്രൽസിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര വലിയ ചെറിയൊരു ചാപ്റ്ററാണ് കേട്ടോ. ഇതിൽ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടൊന്നും തന്നെ ഇല്ല. നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഐഡിയ നമുക്ക് ക്ലിയർ ആയാലും. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് കുറച്ച് ഫിഗേഴ്സോ അല്ലെങ്കിൽ കുറച്ച് കർവ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരുമ്പോൾ അതിൻ്റെ കീഴിൽ വരുന്ന ഏരിയ, അതിൻ്റെ കീഴിൽ വരുന്ന ഒരു പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. പ്രധാനമായിട്ടും ഇതിലുള്ള ഐഡിയ അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു റിസൾട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഫിഗറായിട്ട് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ഫിഗറാണ് ഈ കാണുന്നത്. ഇതിൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു കർവാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കീഴിൽ വരുന്നത് ഈ ഒരു റീജിയൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, കർവാണെങ്കിൽ അതിൻ്റെ കീഴിൽ വരുന്ന ആ ഒരു റീജിയൻ്റെ ഏരിയ, അതിൻ്റെ ലിമിറ്റാണ്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് എ, ആ കർവ് എൻഡ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ബി. അതാണ് അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ ആണ് ഇൻറ്റഗ്രൽ എ ടു ബി. ഓക്കെ, അതായത് എൻ്റെ ലോവർ ലിമിറ്റ് എ, അപ്പർ ലിമിറ്റ് ബി. അത് എവിടെ മുതൽ എവിടം വരെയാണെന്നുള്ളതാണ് ഈ ലിമിറ്റ് സൂചിപ്പിക്കുന്നത്. പിന്നെന്താ, ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ, ഇപ്പോൾ ഫംഗ്ഷൻ വൈലാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് നമുക്ക് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മളുടെ എന്താണ് ഈ കർവിൻ്റെ കീഴിലുള്ള ഈ റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇൻറ്റഗ്രൽ അതെ ഫംഗ്ഷൻ എക്സിൽ തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് അതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. രണ്ടാമത്തെന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ, ഫംഗ്ഷൻ വൈയിലാണ്. ഇങ്ങനെ ഒരു കർവ് തന്നാൽ അതിൻ്റെ കീഴിലുള്ളത് ഈ റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലയാണ് ഇൻറ്റഗ്രൽ സി ടു ഡി എക്സ് ഡി വൈ. ഓക്കെ, ഫംഗ്ഷൻ വൈയിലായതുകൊണ്ട് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ച് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അതിൻ്റെ ലിമിറ്റുകളാണ് സി തൊട്ട് ഡി വരെ ഉള്ളത്. ഓക്കെ, അതായത് സ്റ്റാർട്ടിങ് ഡി, എൻഡിങ് സ്റ്റാർട്ടിങ് സി, എൻഡിങ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരെണ്ണമാണ്, നമുക്ക് രണ്ട് കർവുകൾ തന്നിട്ടുണ്ടാവും. ഒന്ന് y1 ഈക്വൽ ടു എഫ് ഓഫ് എക്സും y2 ഈക്വൽ ടു ജി ഓഫ് എക്സും. ഓക്കെ, അതിൻ്റെ രണ്ട് ലിമിറ്റാണ് എയും ബിയും. അപ്പോൾ ഈ കേസിലെന്ന് പറയുന്നത് ഈ കർവിനുള്ളിൽ, അതായത് ഈ രണ്ട് കർവും എൻക്ലോസ് ചെയ്യുന്നത് ഈ ഒരു റീജിയൻ്റെ ഏരിയ ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഇൻറ്റഗ്രൽ എ ടു ബി y1 മൈനസ് y2 ഡി എക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ പൊതുവായിട്ടുള്ള 3 റിസൾട്ടുകൾ എന്ന് പറയുന്നത്. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഐഡിയ ഇതിനെക്കുറിച്ച് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പ്രോബ്ലംസ് വെച്ച് നമുക്ക് ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യമാണിത്. യൂസിങ് ഇൻ്റഗ്രേഷൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ സർക്കിളിൻ്റെ ഒരു ഇക്വേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ആ സർക്കിളിൻ്റെ ആ ഏരിയക്കകത്തുള്ള ഏരിയയുടെ സർക്കിളിൻ്റെ അകത്തുള്ള പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് യൂസിങ് ഇൻ്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളുടെ സർക്കിളിൻ്റെ ഇക്വേഷനാണിത്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ളത്. ഓക്കെ, അതിലാദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് വൈക്ക് ഒരു വാല്യൂ ഇവിടെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, വൈ സ്ക്വയറിന് ഇവിടെ നിർത്തിയിട്ട് ഈ എക്സ് സ്ക്വയറിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും, വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, വൈ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഇതിൻ്റെ റൂട്ട് എടുക്കുക. വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വൈ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ. ഇനി ഇതിൻ്റെ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ ഫിഗർ ഒന്ന് നമുക്ക് വരച്ചാലോ, ഈ സർക്കിളിൻ്റെ അതിൻ്റെ ഫിഗറാണിത്. ഇതാണ് ആ സർക്കിൾ എന്നിരിക്കട്ടെ. ഇതാണ് നമ്മളുടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്നത്. അതിൽ ഇത്രയും പോർഷൻ, അതായത് ഞാനതിനെ വേറൊരു കളർ വെച്ച് കാണിച്ചു തരാം. ഇത്രയും പോർഷൻ ഇതിനെയാണ് നമ്മൾ വൈ എന്നും പറഞ്ഞ് ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു കർവിൻ്റെ കീഴിലുള്ള ഏരിയ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഇതാണല്ലോ നമ്മൾ നേരത്തെ നോക്കിയത്. ഓക്കെ, അപ്പോൾ ആ ഒരു കർവിൻ്റെ ഇതെന്താണെന്ന്, ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ ടോട്ടൽ ഇക്വേഷൻ അല്ലെങ്കിൽ ടോട്ടൽ തന്നിരിക്കുന്ന ഫോർമുലയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഒരു വൈ വാല്യൂ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒരു എക്സ് വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കർവിൻ്റെ കീഴിലുള്ള പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇൻ്റഗ്രേഷൻ നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, ഈ ടോട്ടൽ സർക്കിളിൻ്റെ ഏരിയയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇത് ഈ ഒരു പോർഷൻ്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം അതിന് എന്ത് ചെയ്യുക, ഇൻറ്റു 4 ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോട്ടൽ സർക്കിളിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൽ ലിമിറ്റ് ആവശ്യമില്ലേ. ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 0 ആണ്. ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അപ്പം ഈ അറ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് എയും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ, 0 ടു എ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഏരിയ ഓഫ് ദി സർക്കിൾ ഇസ് ഈക്വൽ ടു area of the circle equal to 4 into area of the shaded portion. 4 into area of the
ഷെയ്ഡഡ് പോർഷൻ. അതായത് ആ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ സർക്കിൾ എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും വരുന്നത്, 4 ഇൻറ്റു ഇൻ്റഗ്രൽ ലിമിറ്റ് എന്താ 0 to a അല്ലേ, y dx എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഇനി ആ വൈക്ക് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ അല്ലേ. ഈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ഇവിടെ നമുക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എന്ത് വരും വെച്ചാൽ ഈക്വൽ ടു 4 ഇൻറ്റു, അപ്പോൾ ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x/2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഈ ഒരു റിസൾട്ട് നമ്മൾ കാണാതെ ഇൻ്റഗ്രൽസിൽ നമ്മൾ പഠിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇപ്പം ഈ ഇൻ്റഗ്രലിൻ്റെ അകത്തുള്ളത് ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അത് ക്ലോസ് ചെയ്തിട്ട് ഈ ലിമിറ്റ് വാല്യൂ നമ്മളിത് ഇവിടെ ഇട്ട് കൊടുക്കും 0 to a. ഇനി ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ലിമിറ്റ് വാല്യൂ ഇട്ട് കൊടുക്കുക. അതായത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അതായത് കംപ്ലീറ്റ് ഇതിനകത്തോട്ട് നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കും. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കും, മൈനസ് പിന്നെ എക്സിൻ്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ആയിരിക്കും വരുന്നത്, 4 ഇൻറ്റു ആദ്യം നമുക്ക് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കാം. 4 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് a ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും a/2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എ ബൈ എ. നമ്മൾ അപ്പർ ലിമിറ്റ് ഇവിടെ ഇട്ട് കൊടുത്തു, മൈനസ് ഇനി ലോവർ ലിമിറ്റ് നമുക്ക് ഇട്ട് കൊടുക്കണം. പക്ഷേ ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് അത് കംപ്ലീറ്റ് 0 ആയി പോകും. അതുകൊണ്ട് നമുക്ക് അവിടെ 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു എന്തായിരിക്കും വരുന്നത്, ദേ a/2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ 0 ആയിപ്പോയി. അപ്പോൾ ഇതേ ഇൻറ്റു a/2 എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ നമുക്കിവിടെ എന്തേ ഉള്ളൂ, എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എ ബൈ എ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. അപ്പം സൈൻ ഇൻവേഴ്സ് 1 എന്ന് വരും. ഓക്കെ അല്ലേ. ദേ ഈ 2ഉം ഈ 4ഉം കൂടെ വെട്ടിയാൽ നമുക്കിവിടെ 2 എന്ന് എഴുതാലോ. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു 2a സ്ക്വയർ ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് നമുക്കറിയാം π/2 ആണ്. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്ന അതിൻ്റെ വാല്യൂ π/2 ആണ്. ഈ 2ഉം ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് കിട്ടും, πa സ്ക്വയർ എന്ന് കിട്ടും. കണ്ടോ, ആ സർക്കിൾ എൻക്ലോസ് ചെയ്യുന്ന ഇതിൻ്റെ കംപ്ലീറ്റ് ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്, πa സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഏതാണോ നമുക്ക് ഇക്വേഷൻ തരുന്നത് അതിൽ നിന്നൊരു y വാല്യൂ എക്സ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പം ആ y വാല്യൂ എക്സ് വാല്യൂ എന്ന് പറയുന്നത് ആ കർവിൻ്റെ, അതായത് ഏതെങ്കിലും ഒരു ക്വാഡ്രൻറ്റിൽ വരുന്ന കർവിൻ്റെ ഇക്വേഷൻ ആയിരിക്കും അത്. അപ്പോൾ അത് y ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇനി എക്സ് ഇസ് ഈക്വൽ ടു ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഈ ലിമിറ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് നമ്മൾ ചെയ്യുക. അപ്പം ഇവിടെ ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ടാണ് -0 വന്നത്. അല്ലാത്ത കേസിൽ മൈനസ് ഇതുപോലെ തന്നെ ഒരു ടേം ഇപ്പുറത്തും കാണും. ഓക്കെ, അപ്പോൾ 0 വരുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് -0 ഇട്ട് കൊടുത്താൽ മതി. അല്ലാത്ത പക്ഷം മൈനസിന് ശേഷം ഇതുപോലെ തന്നെ ഒരു ടേമും കാണും. അപ്പോൾ നമ്മളത് സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യും. ഓക്കെ, പിന്നെ അത് ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചാൽ മാത്രം മതി. ഓക്കെ അല്ലേ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ എലിപ്സ് x² ബൈ a² പ്ലസ് y² ബൈ b² ഈക്വൽ ടു 1. അപ്പോൾ നേരത്തെ ചോദ്യത്തിൽ സർക്കിൾ ആയിരുന്നെങ്കിൽ ഈ ചോദ്യത്തിൽ നമുക്ക് എലിപ്സ് ആണെന്നിരിക്കുന്നത്, എലിപ്സിൻ്റെ ഇക്വേഷൻ ആണെന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, നമുക്ക് തന്നിട്ടുള്ള ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് y ഒരു വാല്യൂ, ഈ കിടക്കുന്ന y ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതാം. x² ബൈ a² പ്ലസ് y² ബൈ b² ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഈ വൈക്കാണ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ടേം ഇവിടെ നിർത്തിയിട്ട് ഈ x² ബൈ a² നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവന്നൊന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, y² ബൈ b² ഈക്വൽ ടു 1 മൈനസ് x² ബൈ a² എന്ന് വന്നു. ഇവിടെ പ്ലസ് ആയിരുന്നു, അത് ഈക്വൽ ഇപ്പുറത്ത് വന്നപ്പോൾ അത് മൈനസ് ആയിട്ട് മാറി. ഓക്കെ അല്ലേ. ഇനി എന്താ, y² ഇവിടെ നിർത്തിയതിന് ശേഷം ഈ b² നേരെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും, y² ഇസ് ഈക്വൽ ടു b² ഇൻറ്റു 1 മൈനസ് x² ബൈ a² എന്ന് വന്നു. ഓക്കെ അല്ലേ. അപ്പോൾ y² ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്കൊന്നൊരു സ്റ്റാൻഡേർഡ് ഫോമിലാക്കാം. b² ഇൻറ്റു ഇതിനകത്ത് സാധനം നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 ഇൻറ്റു a² മൈനസ് x² ബൈ a² എന്ന് വന്നു. ഓക്കെ അല്ലേ. ഈ a² നേരെ ബ്രാക്കറ്റിൻ്റെ വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ y² ഇസ് ഈക്വൽ ടു b² ബൈ a² ഇൻറ്റു a² മൈനസ് x² എന്ന് വന്നു. ഇനി y വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ റൈറ്റ് സൈഡിലുള്ളതിൻ്റെ കംപ്ലീറ്റും എന്തെടുത്താൽ മതി, റൂട്ട് എടുത്താൽ മതി. അപ്പോൾ റൂട്ട് ഓഫ് b² ബൈ a² ഇൻറ്റു
എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വന്നു. ഓക്കെ, നമുക്ക് ബി സ്ക്വയറിൻ്റെയും എ സ്ക്വയറിൻ്റെ ഒക്കെ റൂട്ട് അറിയാം. അപ്പോൾ എന്താ y ഈസ് ഈക്വൽ ടു എന്ത് വന്നു, ബി സ്ക്വയറിൻ്റെ റൂട്ട് ബി ബൈ എ സ്ക്വയറിൻ്റെ റൂട്ട് എ. ബാക്കിയുള്ളത് എന്താ റൂട്ടിൽ എഴുതിയാൽ മതി, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, y വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ആ എലിപ്സിൻ്റെ ഫിഗർ ഒന്ന് വരച്ചാലോ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഫിഗർ ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എലിപ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് സർക്കിൾ പോലൊക്കെ തോന്നും. ഓക്കെ, ഇതാണ് നമ്മുടെ എലിപ്സ്. ഓക്കെ, അപ്പോൾ ഈ കംപ്ലീറ്റ് എലിപ്സ് എൻക്ലോസ് ചെയ്യുന്നത് ഈ ഇത്ര ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേക്കണം എന്താണ്, അതെ ഇത്രയും പോർഷൻ്റെ, അതായത് ഇത്രയും പോർഷൻ്റെ ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ഈ കർവിൻ്റെ വാല്യൂ ആണ് ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. y ഈസ് ഈക്വൽ ടു ബി ബൈ എ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത്. അപ്പോൾ ഇത്രയും പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡ് ഫോർമുല നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇത്രയത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം അതിന് ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് എന്താ ഈ കംപ്ലീറ്റ് എലിപ്സ് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വിച്ച് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി എൻക്ലോസ്ഡ് എലിപ്സ് അല്ലേ, ഏരിയ ഓഫ് ദി എൻക്ലോസ്ഡ് എലിപ്സ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ അല്ലേ, 4 ഇൻറ്റു ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം എഴുതാൻ വിട്ടുപോയി, നമുക്കിവിടെ ലിമിറ്റ് വാല്യൂ നമ്മൾ എഴുതിയില്ല അല്ലേ. ഇപ്പോൾ ഇവിടെ 0, അപ്പം നമുക്ക് എന്താ ഇവിടുത്തെ ലിമിറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എ ആണ്. ഓക്കെ, അപ്പോൾ 0 ടു എ. ഇവിടെയാണ് കേട്ടോ ബി വരുന്നത്, നമ്മളിപ്പോൾ ഇതാണ് എടുക്കുന്നത്, അതുകൊണ്ട് 0 ടു എ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ അതിട്ട് കൊടുക്കുമ്പോഴത്തേക്കും എന്തായിരിക്കും വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ വൈ ഡി എക്സ് എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി വൈക്ക് എന്താ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ ഇൻറ്റു എന്താ വൈക്ക് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ബി ബൈ എ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതിലത് ബി ബൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റാണ്, അപ്പോൾ അതിനെ നമുക്കൊന്ന് വെളിയിലേക്ക് എഴുതാം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ബി ബൈ എ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വന്നു. ഓക്കെ അല്ലേ. ഇത് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിലെ പോലെ തന്നെ ഈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇൻ്റഗ്രൽസിൻ്റെ ചാപ്റ്ററിൽ. അത് നമ്മൾ പഠിച്ചത് അവിടെ അതേപടി അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ 4 ഇൻറ്റു ബി ബൈ എ ഇൻറ്റു എന്തായിരിക്കും എ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ എഴുതി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, നമ്മുടെ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നു, മൈനസ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും, 4 ഇൻറ്റു ബി ബൈ എ ഇൻറ്റു അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ എ അല്ലേ. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ എ ഇട്ട് കൊടുക്കും. അപ്പോൾ എ ബൈ 2 ഇൻറ്റു സോറി ഇവിടെ എക്സ് ആയിരുന്നു കേട്ടോ, മാറിപ്പോയേ, ഡയറക്റ്റ് ആദ്യം തന്നെ ഞാൻ ഇട്ട് വെച്ചു. അപ്പോൾ ഇവിടെ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എ ബൈ എ മൈനസ് 0 അല്ലേ. നമ്മുടെ അപ്പർ ലിമിറ്റ് എ നമ്മൾ ഇട്ട് കൊടുത്തു, ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പം അത് ഇതിനകത്ത് കംപ്ലീറ്റ് നമ്മൾ 0 ഇട്ട് കൊടുക്കുമ്പോൾ വാല്യൂ നമുക്ക് 0 തന്നെ കിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഡയറക്റ്റ് അവിടെ 0 ഇട്ടത്. ഇനി നമുക്ക് ഇതിനൊന്ന് സോൾവ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എന്താ, അതെ എ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ ബൈ മൈനസ് എ സ്ക്വയർ എന്ന് പറയുന്നത് ഈ ടേം 0 ആകും. അപ്പോൾ അതേ ഇൻറ്റു എ ബൈ 2 എന്ന് പറയുന്നത് എന്താ 0 ആയി പോകുമല്ലോ. അപ്പോൾ ബാക്കി എന്താ വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ബി ബൈ എ ഇൻറ്റു പിന്നെന്താ വരുന്നത് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 എന്ന് വരും അല്ലേ. ഇവിടെ എ ബൈ എ എന്നല്ലേ നമുക്ക് വന്നിട്ടുള്ളത് അല്ലേ, എ ബൈ എ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സൈൻ ഇൻവേഴ്സ് എന്താകും 1 എന്നായിട്ട് മാറും. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ ദേ ഈ എയും ദേ ഇവിടുത്തെ ഒരു എയും വെട്ടിപ്പോവും. അതുപോലെ തന്നെ ദേ ഈ 2ഉം ഈ 4ഉം കൂടെ വെട്ടുമ്പോൾ ഇവിടെ 2 ആകും. അപ്പോൾ ബാക്കി എന്തുണ്ട്, 2b അല്ലേ. ഇവിടെ 2b ഇൻറ്റു എ ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് എന്താ പൈ ബൈ 2 ആണ്, പൈ ബൈ 2. ഈ 2ഉം കൂടെ ക്യാൻസലായി പോകും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് കിട്ടി, പൈ എ ബി എന്ന് കിട്ടി. കണ്ടോ, ഇതാണ് ഈ എലിപ്സ് എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ ആണോ, നിങ്ങൾക്ക് ഏകദേശമെങ്കിലും
ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിട്ടുള്ള കർവിൽ നിന്ന് ആദ്യം നമുക്ക് വൈക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കുക. അതിൻ്റെ ലിമിറ്റ് മിക്കപ്പോഴും 0 ടു a തന്നെ ആയിരിക്കും നമുക്ക് ലിമിറ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ലിമിറ്റ് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ കണ്ടുപിടിച്ചപ്പം y ഈക്വൽ ടു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ എന്താ ഇൻറ്റഗ്രൽ 0 ടു a y dx. ഇനി x ഈക്വൽ ടു എന്നാണെങ്കിലോ x dy. അത്രയേ ഉള്ളൂ ഒരു വ്യത്യാസം. കണ്ടുപിടിച്ച y വാല്യൂ ഇട്ട് കൊടുക്കുക. മിക്കപ്പോഴും ഇങ്ങനത്തെ സാധനം ആയിരിക്കും അതിനകത്ത് വരണത്. വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ മാത്രമേ അതിൽ ഡിഫറൻസ് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഇൻ്റഗ്രൽ വാല്യൂ നമ്മൾ അവിടെ ഇട്ട് കൊടുക്കുക. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ലോവർ ലിമിറ്റ് നമുക്ക് 0 ആണെങ്കിൽ -0 തന്നെ മിക്കതിലും വരുള്ളൂ. അപ്പോൾ അതിനെ ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി നമുക്ക് ഫൈനൽ ആൻസർ കിട്ടാനായിട്ട്. ഓക്കെ ആണോ? അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത 2 പ്രോബ്ലംസ് നിങ്ങൾ നല്ല രീതിയിലൊന്ന് എഴുതി പഠിക്കുക. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് അതിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം. താങ്ക്